ഹലോ ഗൈസ്, അപ്പോൾ അതായത് നമ്മൾ രാവിലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കുക. വേറെ ഒന്നുമല്ല, നമുക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ഫിഷസിന് പുതുതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി ഒരു ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒന്ന് നമ്മുടെ ചെന്ന സ്റ്റുവേറ്റിയാണ്, ഇപ്പോൾ കാണുന്നത് ചെന്ന സ്റ്റുവേറ്റിനെയാണ്. ഇത് അത്യാവശ്യം വലുതായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ഗോൾഡൻ കോബ്ര എന്ന് പറയുന്ന ഈ സ്നേക്കർ സ്പീഷീസിൽ പെടുന്ന തന്നെ വേറൊരു ഫിഷാണ്. അത് ചെറുതുമാണ്. ഇപ്പം ഞാൻ ഈ ടാങ്കിലിടാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഗോൾഡൻ കോബ്ര തന്നെയാണ്. പിന്നെ ഇത്ര സ്ട്രെസ്ഡായിട്ട് വന്ന ഫിഷായത് കാരണം അവനൊന്ന് പുറത്തേക്ക് ഇട്ടൊന്ന് കൂളാക്കുന്നതാണ്, അതായത് സ്റ്റുവേർട്ടീനെ. പക്ഷേ സ്റ്റുവേർട്ടിനെ ഞാൻ ഈ ടാങ്കിൽ ഇടുന്നില്ല. അവനെ ഞാൻ വേറൊരു സെപ്പറേറ്റ് ടാങ്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവൻ അതിലേക്കാണ് ആക്കിയേക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. ഇപ്പോൾ ഗോൾഡൻ കോബ്രയാണ് അവിടെ മെയിനായിട്ടുള്ള ആൾ. അപ്പോൾ ആൾ ചെറുതാണ്. ആൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് ഗൗറ ഫിഷസിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡ്രോഫ് ഗൗറാമി. ഇപ്പോൾ അവൻ്റെ മൗത്ത് സൈസിനല്ലാത്ത കാരണം കുഴപ്പമില്ലാണ്ട് കിടന്നോളും. പക്ഷേ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനതിനെ തിന്നും. അതിന് മുമ്പായിട്ട് മാറ്റണം. പിന്നെ ഇത്രയും ലോങ്ങിന് വന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫിഷസൊക്കെ നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുവേർട്ടിക്കാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ചെറിയ വൂംസൊക്കെ ഉണ്ട്. സോ അവന് ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ മാറ്റി ക്വാറൻറ്റൈൻ പോലെയൊക്കെ ഇട്ടേക്കുവാണ്. ഇപ്പോൾ എന്തായാലും സെപ്പറേറ്റ് ടാങ്കൊക്കെ ചെയ്താണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഗോൾഡൻ കോബ്രേനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഗോൾഡൻ കോബ്രേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ്, ഫിഷ് നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഫിഷാണ്. പക്ഷേ ഇവൻ്റെ മേത്ത് വരുന്ന പാറ്റേൺസ്, അതായത് ഗോൾഡും ബ്ലാക്കും ബ്ലൂ ഒക്കെ കൂടിയിട്ടുള്ള ഒരു പാറ്റേൺസ് ഇവൻ്റെ മേത്ത് വരും. ഇപ്പോൾ ആൾ ചെറുതാണ്. പക്ഷേ ഒരു ടൈം കഴിയുമ്പോഴേക്കും, അതായത് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫീഡിങ്ങിൻ്റെ ഇതൊക്കെ അനുസരിച്ചിരിക്കും ഇവൻ്റെ മേത്തുള്ള കളേഴ്സ് കയറുന്നത്. ഇപ്പോൾ ആളുടെ സൈസ് കണ്ടാൽ തന്നെ അറിയാം, വളരെ ചെറിയൊരു ഫിഷാണ്. അത് കാരണമാണ് ഇപ്പോൾ ഞാൻ ഇത്രയും ഫിഷസിനെ ഇട്ടേക്കുന്നത്. പിന്നെ ഇവൻ പ്രോപ്പറായിട്ട് എന്ത് ഫീഡ് എടുക്കുന്നതെന്ന് നമുക്ക് വലിയ പിടുത്തമില്ല. അത് വേറൊരു കാര്യം. ഇവർ പറയും പെല്ലറ്റൊക്കെ എടുത്തോളൂ എന്ന് പറയും. പക്ഷേ പെല്ലറ്റൊന്നും എടുക്കാൻ പോകുന്നില്ല. ഒന്നല്ലെങ്കിൽ ഫ്രോസൺ അല്ലെങ്കിൽ ലൈവ് ഫീഡ്, അങ്ങനെ ആയിരിക്കും ഇവിടെ മെയിനായിട്ടുള്ള ഫുഡ് ചെയിൻ. അല്ലെങ്കിൽ അങ്ങനത്തെ സ്പീഷീസ് ആണല്ലോ. സോ ഇപ്പോൾ നമ്മൾ വേറെ കുറച്ച് ഫിഷസിനെ ഇവിടെ ഒപ്പം ഇടുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ഈ മൗത്ത് സൈസ് അല്ലാത്ത ആൾക്കാർ വന്ന് പൊക്കത്തുനിന്ന് ഫീഡ് എടുക്കുമ്പോഴാണെങ്കിൽ ഇവരെടുക്കാൻ ട്രൈ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വേറെ ഫിഷസിനെ നമ്മൾ ഒപ്പം ഇട്ടേക്കുന്നത്. പക്ഷേ ഒരു ടൈം കഴിയുമ്പോൾ അവർ മാറ്റുന്നതാണ്. പിന്നെ ആളിപ്പോൾ നല്ല ചെറുതാണ്, അതേപോലെ തന്നെ നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഇവർക്ക് പറ്റിയ നെയിം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവർക്ക് എന്തായാലും പേരിടണം. ഇപ്പോൾ 3 പേരുണ്ട്, 3 പേർക്ക് 3 പേര് വേണ്ടതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നമ്മുടെ സ്റ്റുവേർട്ടിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ.